ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് മത്തനല്ല, വെള്ളച്ചെരങ്ങാൻ്റെ തോരനൊന്നുമല്ല, ഹൽവയാണ്. അപ്പോൾ ഹൽവ ഇഷ്ടമുള്ള, അതായത് എന്താ കാശി ഹൽവ എന്ന് പറയും ഇതിനെ. അപ്പോൾ അതുണ്ടാക്കിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സഫറിന് മധുരം നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. ആദ്യം ഒരു പ്രാവശ്യം വാങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ നേരെ അതിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്രാവശ്യം എങ്ങനെയും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വാങ്ങി. സഫർ തന്നെ അതിൻ്റെ പുറപ്പാടിലായിരുന്നു. ഇന്നെന്തായാലും ഉണ്ടാക്കിയേ മതിയാവുന്നുള്ള. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പണി തുടങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി നന്നായിട്ട് കളയണം കേട്ടോ. കുറച്ച് പണിയുള്ളൊരു റെസിപ്പിയാണ് ഇത്. ആദ്യം തന്നെ പറയാമല്ലോ, കുറച്ച് സമയം പിടിക്കും, അത്രമാത്രം. പക്ഷേ അറ്റ് ലാസ്റ്റ് നല്ല ടേസ്റ്റും ആയിരിക്കും. അതും കൂടി ഒന്ന് തിങ്ക് ചെയ്യാം. പിന്നെ നമ്മളെന്താക്കുക, ഇതിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് അതിൻ്റെ വിത്ത്, ആ കുരുവിൻ്റെ ആ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ഒഴിവാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചുരണ്ടിയെടുക്കാനുണ്ട്. അതാണ് നെക്സ്റ്റത്തെ പാടെന്ന് പറയുന്നത്. വല്ലാത്തൊരു കൈ വേദനിച്ചിട്ട് കൈ പൊളിഞ്ഞ അവസ്ഥയാവുന്നുണ്ട്. കാരണം അതിനെ ചുരണ്ടിട്ട് ഒരേ ഇതുപോലെ ചെയ്യണ്ടേ. അപ്പോൾ നല്ല വേദന ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ സഹിച്ചിട്ട് ചെയ്യണമല്ലോ എങ്ങനെയായാലും. ആ ബിലാൽ ഡ്രസ്സ് മറിച്ചിട്ട് പാൻ്റ് ഇടാത്ത നല്ല ഡാൻസായിരുന്നു. പിന്നെ ഓൻ്റെ കുറേ അടങ്ങിയാറുണ്ടായിരുന്നു. ഓൻക്ക് ചുരണ്ടണം എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ ഇതിനെ വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു തുണിയിൽ, നോർമലി എല്ലാവരുടെ വീട്ടിൽ തുണി ഉണ്ടാവുമല്ലോ, ആ തുണിയിലേക്ക് നമുക്ക് ഇതിട്ടെടുത്ത് നന്നായി ഒന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന പോലെ ആ വെള്ളം മാറ്റി വെക്കുക. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ചട്ടിയിലാണ് വെക്കുന്നുള്ളത്. ഇതിലോട്ടേക്ക് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നാടൻ നെയ്യാണ്. നിങ്ങൾ ഫങ്ഷനൊക്കെ ആണെങ്കിൽ ഡാൽഡ യൂസ് ചെയ്യാം കേട്ടോ. നോർമൽ വീട്ടിൽ തിന്നാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മുടെ ഉണക്കി വെച്ചിട്ടുള്ള നമ്മളെ വെള്ളച്ചെരങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് അതിന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം അതിലുള്ള വെള്ളം, ഇപ്പം ഞാൻ കയ്യിൽ പിഴിഞ്ഞതിനെ കൊണ്ട് വെള്ളം അത്യാവശ്യം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അടിയിലൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല, വെള്ളം വന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഡ്രൈ ആവുന്ന സമയത്താണ് ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഏത് വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ല. ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഡ്രൈ പരിവാകുമ്പോൾ നമ്മൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് വേണ്ടത്ര ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആ ബർണിൽ ഫുള്ള് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഏകദേശം മധുരം അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ നിർത്തിയായിരുന്നു. കാരണം ഇതിന് മധുരം ഇട്ടാൽ നമ്മളെ ഷുഗർ പിടിച്ചു എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതന്നെ കുറേ മധുരമായി. എന്നിട്ടും കൂടി ഇതിലേക്ക് ഒന്നും അറിയുന്നില്ല കേട്ടോ. അപ്പം നല്ല മധുരം വേണം, പിന്നെ അത്യാവശ്യത്തിനുള്ള നെയ്യും വേണം. അത്രമാത്രമേ ആവശ്യമുള്ളൂ. ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ ചെരങ്ങക്കാകെ ഒരു 30 രൂപ ആയിട്ടുണ്ടായിരുന്നു ഈ ചെരങ്ങക്ക് കേട്ടോ. ഒരു വലിയ ചെരങ്ങക്ക് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇളക്കലാന്ന് ഫുള്ള് പാട്. ഇതിന് പൈസ കൊടുക്കാനില്ലല്ലോ, നമ്മൾ തന്നെ ഇളക്കണ്ടേ. ഇങ്ങനെ ഇളക്കുക കേട്ടോ. ആ വൈറ്റ് കളറുള്ളത് ഈ ഒരു പരുവത്തിലാകുന്ന സമയത്താണ് ഇത് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി എന്ന് പറയാനില്ല. നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ഈ ഒരു പരുവം കറക്റ്റായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ലാസ്റ്റ് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു നെയ്യും കൂടി ഒഴിച്ചെടുത്ത് നമുക്ക് സാധനം കഴിക്കാം. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ ഒരു നെയ്യും കൂടി, ഇത് സഫറാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതാണ് അലങ്കാരപ്പണി എന്ന് അറിയൂലേ, കുറച്ചും കൂടി അലങ്കരിച്ചിട്ടാണ് ഇട്ടെടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു നെയ്യിട്ടാണ് പക്ഷെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ നെയ്യിൻ്റെ ഒപ്പം കുറച്ച് കാഷ്യൂം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ അടുത്ത് കാഷ്യൂ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കാഷ്യൂ ഇടാതെ. കാഷ്യോ ബദാമോ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിന് നല്ലോണം ഇളക്കുക കേട്ടോ. ആ വൈറ്റിൽ നിന്ന് ഈ ഒരു കളറിലേക്ക് എങ്ങനെയായാലും വരണം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു പുളിപ്പുണ്ടാവും, ആ പുളിപ്പ് മാറുന്ന വരെ നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കലാണ് മെയിൻ ടാസ്ക്. കൈ പറ്റുമെങ്കിൽ നിങ്ങൾ അടുപ്പിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വ്ളോഗല്ല, ഞാൻ
എപ്പോഴെങ്കിലും ആയിട്ടും അടുപ്പിലുണ്ടാക്കുന്നത് ഒരു പ്രാവശ്യം ഷെയർ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പോൾ വിട്ട് വരുന്ന കാണുന്നുണ്ടാവില്ല അല്ലേ, ഇതുപോലെ വിട്ട് വരണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കുറച്ച് തണുപ്പിച്ച് കഴിച്ചാൽ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും.